നന്ദികേശൻ. നന്ദികേശൻ എന്ന നാമം കേൾക്കാത്തവരായി ആരും ഉണ്ടായിരിക്കുകയില്ല. ശിവന്റെ വാഹനമായ ഋഷഭത്തെയാണ് നന്ദികേശൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നന്ദിപാശൻ എന്നും പറയപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നഗരത്തിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഐമുറി എന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദികേശൻ വളരെ വലുപ്പമുള്ളതാണ്. ഈ പ്രതിമയ്ക്ക് 36 അടി ഉയരമുണ്ട്. അടിഭാഗത്തിന് 45 അടി നീളവും 23 അടി വീതിയുമുണ്ട്. ഇത്രയും വലുപ്പമുള്ള നന്ദികേശന്റെ മറ്റൊരു പ്രതിമ കേരളത്തിലുള്ളതായി അറിയില്ല. ഇതിന്റെ പണി കഴിഞ്ഞ് സമർപ്പണം നടന്നത് 2011 നവംബർ 13-ാം തീയതിയാണ്. കുറവിലങ്ങാട്ടുകാരനായ ശ്രീ അപ്പുക്കുട്ടൻ എന്ന ശില്പിയാണ് ഇത് നിർമ്മിച്ചത്. പെരുമ്പാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗാന്ധി പ്രതിമയും ഇദ്ദേഹമാണ് നിർമ്മിച്ചത്. ശ്രീ അപ്പുക്കുട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. നന്ദികേശൻ എങ്ങനെയാണ് ശിവവാഹനമായതെന്ന് നോക്കാം. ജന്മം കൊണ്ട് നന്ദികേശൻ ഋഷിപുത്രനാണെങ്കിലും സ്വയമായ ഈശ്വരീയത്വമുള്ളവനാണ്. ദക്ഷന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു നന്ദി. ഒരു ഉറച്ച ശിവഭക്തനായിരുന്നു. ഭഗവാൻ ശ്രീശങ്കരനോടുള്ള ദക്ഷന്റെ എതിർപ്പും അസൂയയും ജ്ഞാനിയായ നന്ദികേശന് അസഹ്യമായിട്ടാണ് തോന്നിയത്. ശിവഭഗവാനെ ആക്ഷേപിക്കുന്ന ദക്ഷനുമായുള്ള സഹവാസം ഇഷ്ടപ്പെടാതെ വന്ന നന്ദികേശൻ ശിവസന്നിധിയിലെത്തി. ഭഗവാന്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, സമസ്ത ലോകത്തിന്റെയും സ്വാമിയായ പ്രഭു, ഞാൻ അവിടുത്തെ ഭക്തനായ രതീജ് മുനിയുടെ ശിഷ്യനാണ്. അങ്ങ് സാക്ഷാൽ പരമേശ്വരനും സച്ചിദാനന്ദമൂർത്തിയുമാണെന്ന് ഞാൻ അറിയുന്നു. സതീദേവി പരാൽപരയും മൂലപ്രകൃതിയും ഭുവനേശ്വരിയുമാണെന്ന് അടിയന് വ്യക്തമായി അറിയാം. ലോകരുടെ ദുഃഖമകറ്റുന്നവരും ഏവർക്കും ശാന്തി നൽകി അനുഗ്രഹിക്കുന്നവനുമായ സാക്ഷാൽ പരബ്രഹ്മം അങ്ങ് തന്നെയാണ്. നന്ദികേശൻ പരമശിവനെ വണങ്ങി നിന്നുകൊണ്ട് സ്തുതിച്ചത് കേട്ട് ശ്രീശങ്കരൻ ഭക്തവാത്സല്യത്താൽ സന്തുഷ്ടനായി തീർന്നു. ഭഗവാൻ ചോദിച്ചു, നന്ദികേശ, നിന്റെ നിഷ്കാമ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നമ്മിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുക. ഭഗവാന്റെ വാക്കുകൾ കേട്ട നന്ദികേശൻ ഇപ്രകാരം പറഞ്ഞു, ദേവാദിദേവ, അവിടുത്തെ ഈ ദാസന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എല്ലായ്പ്പോഴും അങ്ങയെ സേവിക്കാനും ദർശിക്കുവാനും കനിഞ്ഞനുഗ്രഹിക്കണം. ഈ മഹാഭാഗ്യത്തിന് അടിയൻ യോഗ്യനായാൽ എന്റെ ജന്മം സഫലമായി. ഇത് കേട്ട ഭഗവാൻ അരുളി ചെയ്തു, നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. സദാ നമ്മോടൊപ്പം വസിക്കാൻ നാം നിന്നെ അനുവദിച്ചിരിക്കുന്നു. ഇന്നു മുതൽ നമ്മുടെ ഭൂതഗണങ്ങളുടെ നായകനായി നീ ഇവിടെ വസിച്ചുകൊള്ളുക. നന്ദികേശന്റെ ഹൃദയത്തിൽ അമൃതധാര ചൊരിഞ്ഞ വാക്കുകളായിരുന്നു ഇത്. അങ്ങനെ അന്നു മുതൽ നന്ദികേശൻ ശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായി മാറി. ഋഷിപുത്രനായ നന്ദികേശൻ ജനങ്ങളുടെ ഇടയിൽ ശിവവാഹനമായ കാളയായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഭക്തന് വൃഷരൂപം കൈവന്നതിന്റെ പിന്നിൽ ഒരു ആധ്യാത്മിക കഥയുണ്ട്. ശിലാദനൻ ഒരു യശൂര്യനായിരുന്നു. ശിലാദനന് മക്കളില്ലാത്തതിനാൽ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് സാധിക്കാതെ വന്നു. വിഷാദചിത്തനായ ശിലാദനൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ഭഗവാൻ ഋഷിക്ക് പുത്രനുണ്ടാകാനുള്ള വരം കൊടുത്ത് അനുഗ്രഹിച്ചു. സന്താനലബ്ധിക്കായി ഒരു യാഗം നടത്താൻ ശിലാദനൻ നിലം ഉഴുതു തുടങ്ങി. ഉഴുവുചാലിൽ നിന്ന് ഋഷിക്ക് ഒരു പുത്രന് ലഭിച്ചു. 3 കണ്ണുകളും 4 കൈകളും ജടാമകുടധാരിയുമായ ഒരു ബാലകനായിരുന്നു അത്. ശിവാകൃതിയിലുള്ള ആ ശിശുവിനെ കണ്ട ശിലാദനൻ ആശ്ചര്യഭരിതനായി. വർദ്ധിച്ച സന്തോഷത്തോടെ കുട്ടിയെ എടുത്തുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് പോയി. ആ ആശ്രമാംഗണത്തിൽ എത്തിയതോടെ അതൊരു മനുഷ്യ ശിശുവായി തീർന്നു. ആ കുട്ടിയായിരുന്നു നന്ദീശ്വരൻ. അങ്ങനെ അവൻ ശിലാദനന്റെ വാത്സല്യപുത്രനായി വളർന്നു. ഉപനയന കർമ്മങ്ങളെല്ലാം പിതാവ് കൃത്യസമയത്ത് നടത്തി. 10 വയസ്സായപ്പോഴേക്കും അവൻ മഹാപണ്ഡിതനായി കഴിഞ്ഞിരുന്നു. ഒരിക്കൽ നന്ദികേശൻ മിത്രാവരുണന്മാരെ കാണാനിടയായി. അവരിൽ നിന്നും തനിക്ക് അല്പായുസേയുള്ളൂ എന്ന് അറിഞ്ഞു. അന്നു മുതൽ അവൻ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യാൻ തുടങ്ങി. 10 വയസ്സ് മാത്രം പ്രായമുള്ള നന്ദികേശന്റെ തപസ്സിൽ ശ്രീ പരമേശ്വരൻ പ്രീതനായി തീർന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട നന്ദികേശന് അമരത്വമേകി തന്റെ പുത്രന്മാരിൽ ഒരാളായി സ്വീകരിക്കുകയും ചെയ്തു. നന്ദി, നീ ഇന്നു മുതൽ കൈലാസത്തിൽ വസിക്കുക. എന്റെ പാർഷദന്മാരിൽ പ്രമുഖൻ ഇന്നു മുതൽ നീ ആയിരിക്കും. എന്നെ പ്രാർത്ഥിക്കുന്ന ഏതൊരുവനും നന്ദിയുടെയും അനുഗ്രഹം കൂടാതെ അവന്റെ ഇംഗിതം നേടാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയാലും പിന്നീട് കാള ശ്രീ പരമേശ്വരന്റെ വാഹനമായി തീരുകയും ഭഗവാന്റെ കൊടിക്കൂറയിലെ അടയാളമാവുകയും
ശിവന് വൃഷഭധ്വജൻ എന്ന് പേര് ലഭിക്കുകയും ചെയ്തു. ശിവക്ഷേത്രങ്ങളിൽ ഭഗവാൻ അഭിമുഖമായി കാണുന്ന മണ്ഡപത്തിലാണ് നന്ദികേശന്റെ സ്ഥാനം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.